അതെ, ഇത് തന്നെ സാധനം. എന്തായാലും ആരും കാണാതെ എടുക്കാൻ പറ്റി. ഇത് വെച്ച് ഞാൻ കലാവതിയുടെ കയ്യിൽ നിന്നും മിനിമം 10 ലക്ഷം രൂപയെങ്കിലും വാങ്ങും. ഈ നാശത്തിനപ്പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നു മോയിക്കൂടെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ കാരണം അമൃതേച്ചി ഇങ്ങനെ സങ്കടപ്പെടരുത്. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ ഇത്തിരി നേരം ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കോ? ഇവറ്റകളെ മുമ്പിൽ ഞാൻ പെട്ടെന്നാ തോന്നുന്നേ. എന്തായാലും തനിച്ചിരുന്ന് സങ്കടപ്പെടാൻ അമൃതേച്ചി ഞങ്ങൾ സമ്മതിക്കില്ല. അമൃതേച്ചി, ചേച്ചി, ചേച്ചി അമൃതേച്ചി പറയുന്നത് കേൾക്ക്. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ. വന്നേ പറയട്ടെ. വീണ്ടും വരുന്നു. അങ്ങനെ ഇപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് പോരുന്ന സങ്കടപ്പെടേണ്ട. ഞങ്ങൾക്ക് അമൃതേച്ചിയോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ എന്റെ കണ്ണി പൊടിയിട്ടോണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ചെയ്ത തെറ്റിന് പരിഹാരം പറയേ. അമൃതേച്ചി ആദ്യം സമാധാനമായിട്ടൊന്ന് ഇവിടെ വന്ന് ഇരിക്ക്. വന്നേ, വാ ഇരിക്ക. ഞാനൊന്ന് ബാത്റൂമിൽ പോയി മുഖം കഴിയട്ടെ. വേണ്ട, ബാത്റൂമിൽ കയറിയാ ചേച്ചി അവിടെ നിന്ന് കൂടുതൽ കരയും. അതുകൊണ്ട് ഇപ്പൊ മുഖം കഴുകണ്ട. ഇന്നൊന്ന് കരയാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ല. അമൃതേച്ചി ആവശ്യത്തിൽ കൂടുതൽ സങ്കടപ്പെട്ട് കഴിഞ്ഞു. ഇനിയും സങ്കടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമൃതേച്ചി, ഞങ്ങളും കുറ്റക്കാരാ. ഇവളെ ചെയ്ത തെറ്റിന് ഞങ്ങളും കൂട്ടുനിന്നു. ഞങ്ങൾ ചെയ്ത തെറ്റിന് അമൃതേച്ചി ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങൾ എന്ത് പ്രായശ്ചിത്ത ചെയ്യണ്ടേ? അത് പറയേണ്ടത് ദൈവള. എല്ലാ തെറ്റും ചെയ്തത് ഞാനാ. ആരാധ്യം ചേച്ചിമാരും അതിന് കൂട്ടുനിന്നത് ശരിയാ. അതുകൊണ്ട് തെറ്റെന്റേതല്ലാതാവുന്നില്ല. ഞാനിനി ഒരിക്കലും തെറ്റായി ഒന്നും ചിന്തിക്കില്ല. എന്റെ ചേച്ചിയാണ് സത്യം. ട്രെയിനിങ് ക്യാമ്പിൽ ചെന്ന് റാണി മാഡത്തോട് മാപ്പ് പറഞ്ഞ് ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കും. ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാവില്ല. എന്റെ ചേച്ചിയാണ് സത്യം. നീ മാപ്പ് പറഞ്ഞ റാണി മാഡം അത് അംഗീകരിക്കുന്ന എന്താ ഉറപ്പ്? ആ സ്ത്രീ അത്രയ്ക്ക് സങ്കടപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നീ കാരണം താൻ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു ഫീൽ അവർക്കുണ്ട്. അത് മാറാത്തിടത്തോളം കാലം റാണി മാഡം ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നെ അനുവദിക്കുന്നു തോന്നില്ല. ചെയ്തു പോയ തെറ്റിന്റെ ആഴം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമൃതേച്ചി. ഞാൻ റാണി മാഡത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയാം. എന്നാലെങ്കിലും എന്നെ തിരിച്ച് ട്രെയിനിങ്ങിൽ എടുക്കുമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആ മാഡത്തിനോട് സമസ്താപരാധം പറഞ്ഞ് അവരുടെ കാല് പിടിക്കാം. അതെ, എന്തായാലും അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ. അവരുടെ മനസ്സ് കല്ലൊന്നും അല്ലല്ലോ. നമുക്ക് പോയി മാപ്പ് പറഞ്ഞു നോക്കാം. ഫ്ലവേഴ്സിൽ
ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.